കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തെ കടയിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. വെസ്റ്റ് ബംഗാൾ സ്വദേശി സുമിത്താണ് മരിച്ചത്. ബോംബ് പൊട്ടുന്ന ശബ്ദത്തോടെയാണ് സ്റ്റീമർ പൊട്ടിത്തെറിച്ചതെന്നും തൊഴിലാളികൾക്ക് ശരീരമാകെ പൊള്ളലേറ്റുവെന്നും ദൃക്സാക്ഷി 24 പറഞ്ഞു. പരിക്കേറ്റ 4 പേരുടെയും നില ഗുരുതരമാണ് എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നു. സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തും. പൊട്ടിത്തെറിച്ച് അവിടുത്തെ ജീവനക്കാർക്ക് പരിക്കേറ്റതാണ്. അതിൽ 4 പേർക്ക് പരിക്കേണ്ട ഒരാൾ മരണപ്പെട്ടിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അയാൾ വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ്, സുമിത് എന്ന് പറഞ്ഞ ആളാണ്. ബാക്കി വിവരങ്ങൾ ലഭ്യമാവുന്നേ ഉള്ളൂ. 4 പേര് പരിക്കേറ്റ് ഇവിടുത്തെ വിവിധ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. നിലവിൽ ഇവിടുത്തെ 2 സ്വകാര്യ ആശുപത്രിയിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. മറ്റൊരു ആശുപത്രി ബേൺ യൂണിറ്റിലെ ഹോസ്പിറ്റലിലായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അവരെ ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടികളായിട്ടുണ്ട്. ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻ, സ്റ്റീമർ പൊട്ടിത്തെറിച്ചയ്ക്കുള്ള അപകടം അപൂർവമായി സംഭവിക്കാറുണ്ട്. എന്താണ് ഇവിടെ ഈ കല്ലൂരിൽ ഈ കടയിൽ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒപ്പം ഈ പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവരുടെ നില എന്താണ്? പ്രജിൻ, കലൂർ സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന ഐഡലി കഫേയിലാണ് വൈകുന്നേരം 4:00 ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ഏത് വിധേനയാണ് പൊട്ടിത്തെറിയിലേക്ക് കടന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഫോറൻസിക് സംഘം എത്തി നടത്തുന്ന വിശദമായ പരിശോധനയിൽ മാത്രമേ കാരണം കണ്ടെത്താനാവുകയുള്ളൂ. അതീവ ഗുരുതരമായ പരിക്കാണ് ആദ്യഘട്ടത്തിൽ ഈ പരിക്കേറ്റിരുന്ന സുമിത്തിന് ഉണ്ടായിരുന്നത്. ശരീരമാസകലം ഈ പൊട്ടിത്തെറിയിൽ പരിക്കേറ്റിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ അത്രത്തോളം ഗുരുതരമായ അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. പിന്നീട് ആശുപത്രിയിൽ എത്തി നിമിഷങ്ങൾക്കകം മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. സുമിത് ഇവിടുത്തെ ജീവനക്കാരനാണ്. സുമിത്തിന്റെ സഹപ്രവർത്തകരായ 4 പേർക്കാണ് പരിക്കേറ്റ മറ്റ് 4 പേർ. അവരിപ്പോഴും ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ഇതിന്റെ കിച്ചനുള്ളിലാണ് ഈ സ്റ്റീമറിൽ പൊട്ടിത്തെറി ഉണ്ടായത്. ഈ സമയം ഈ കടയ്ക്ക് പുറത്ത് ഏകദേശം 50-ലധികം ആളുകൾ ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനും ഒക്കെ എത്തിയിരുന്നു. അങ്ങോട്ടേക്ക് ഈ അപകടത്തിന്റെ ബാക്കി ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. അതുകൊണ്ട് പരിക്കേറ്റവരുടെ എണ്ണം ഈ 4-ൽ ചുരുക്കാനായി എന്നുള്ളതാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. ഒരു ബോംബ് സ്ഫോടനത്തിന്റെ പ്രതീതിയിലാണ് ശബ്ദമുണ്ടായത്. അത്രത്തോളം തീവ്രമായ ശബ്ദമാണ് ഉണ്ടായതെന്ന് സമീപത്തുണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട്. ഏകദേശം കലൂർ മെയിൻ റോഡിലേക്ക് വരെ ഇതിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. 4 പേരാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശുപത്രിയിലുള്ളത്. എല്ലാവരും ഇതര സംസ്ഥാനത്തു നിന്നുള്ളവരാണ്. ഒഡീഷ സ്വദേശിയായ കിരൺ, ഒപ്പം ആസം സ്വദേശിയായ അലീം, നാഗാലാൻഡിൽ നിന്നുള്ള ലുലു നബി എന്നിവരാണ് ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്നത്. ഇവരുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് രാത്രിയോടുകൂടി ഒരു അപ്ഡേഷൻ ഉണ്ടാകും. എന്തായാലും ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ നടത്തും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ഒരാളുടെ പ്രതികരണം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിലേക്ക് സൗണ്ട് കേട്ടപ്പോ വന്നപ്പോ ഗ്യാസ് പൊട്ടിത്തെറിച്ചെന്നുള്ളത് മറ്റേ ഹോട്ടലല്ലേ, ഗ്യാസ് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ കുക്കിംഗ് കാര്യങ്ങൾ നടക്കണേയുള്ളൂ. ഇവിടെ അപ്പൊ തീ വരാത്തതുകൊണ്ടാണ് നോക്കിയത്. അപ്പോഴേക്കും നോക്കിയപ്പോ തീയില്ല സംവിധാനമാണ്. പക്ഷെ 4 പേരെയാണ് ഇങ്ങനെ ഒരാളെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ അപ്പോഴേക്കും വന്നത്. ഒരാളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം ഈ പൊള്ളലേറ്റ അമിതമായി ഏതാണ്ട് നമ്മൾ മണ്ണെണ്ണയോ പെട്രോളോ ഒഴിച്ച് കത്തിച്ച് നിൽക്കുന്ന അവസ്ഥയിലുള്ള ആളുടെ സ്കിന്നൊക്കെ വളരെ ദയനീയമായിട്ട് ഇതായി.